നമസ്കാരം, ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. സംസ്ഥാനത്ത് കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ നൽകില്ല. നിലവിലെ വാരാന്ത്യ ലോക്ഡൌണിന് മാറ്റമില്ല. ഈ ശനിയും ഞായറും സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരും. നിലവിലുള്ള നിയന്ത്രണങ്ങൾ കർശനമായി തുടരാൻ മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. പെരുന്നാളുമായി ബന്ധപ്പെട്ട് നൽകിയ അധിക ഇളവുകൾ ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് പ്രത്യേക ലോക്ഡൌൺ ഇളവ് നൽകിയ തീരുമാനത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പും വിമർശനവും. കേരള സർക്കാർ വ്യാപാരികളിലെ സമ്മർദ്ദ ഗ്രൂപ്പിന്റെ പിടിയിൽപ്പെട്ടതായും കോടതി കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിൽ ശ്രദ്ധ നൽകണം. കേരളത്തിലെ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇളവുകൾ റദ്ദാക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി പിണറായി സർക്കാരിന്റെ കരണത്തേറ്റ അടിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. മഹാമാരിയെ സാമുദായിക പ്രീണനത്തിന് ഉപയോഗിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് കരണത്തേറ്റ അടിയായിട്ടാണ് കാണേണ്ടത്. കേരളത്തിലെ സർക്കാർ കോവിഡ് വ്യാപനം തടയുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള ആ സമീപനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി പരാമർശം ഏകപക്ഷീയമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ പ്രതികരിച്ചു. കേസിൽ വ്യാപാരികളും കക്ഷി ചേരും. സുപ്രീം കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ടി നസറുദ്ദീൻ പറഞ്ഞു. ഇതിൽ ബന്ധപ്പെട്ട കക്ഷികളെ കൂടി നോട്ടീസ് അയക്കാതെ ഏകപക്ഷീയമായി നിരവധി വ്യവസായിച്ചിട്ടുണ്ട്. കേരളത്തിലെ കച്ചവടക്കാർക്ക് ചെറിയ ഇളവ് ഈ ബക്രീദ് കാലത്ത് കൊടുത്തുപോയ ഗവൺമെന്റ് നടപടി തെറ്റായിപ്പോയെന്നോ ഇത് മതസൗഹാർദ്ദം തകർക്കുന്നോ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു, 3 ദിവസം വരെ തുറന്നുപോയിരുന്നെങ്കിൽ രാജ്യത്ത് കോലാഹലമുണ്ടാകുമെന്നും പറഞ്ഞ് ഇവർ കൊടുത്ത പ്രസ്താവനയെ ഞങ്ങൾ വിലമതിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ ഞങ്ങൾ കക്ഷി ചേരാനും മറ്റു നടപടികൾ എടുക്കാനും വേണ്ടിയാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി കോവിഡ് കേസുകളും ടെസ്റ്റ് പോസിറ്റിവിറ്റിയും ഉയരുന്നു. ഇന്ന് 16,848 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,41,431 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 104 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 15,512 ആയി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ 4 ആഴ്ച കൂടി സമയം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ സമയം അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികൾ കുറഞ്ഞു. 30,000 പേർക്കാണ് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. 374 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 1.68% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 3ാം തരംഗം മുന്നറിയിപ്പുള്ള പശ്ചാത്തലത്തിൽ കോവിഡ് പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി കക്ഷി നേതാക്കളുമായി യോഗം ചേർന്നു. കോവിഡ് 3ാം തരംഗ ആശങ്ക നിലനിൽക്കുന്നതിനിടെ കുട്ടികൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 2 മുതൽ 6 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികളുടെ വാക്സിനേഷൻ 2ാം ഡോസിലേക്ക് കടക്കുകയാണ്. ക്ലിനിക്കൽ പരീക്ഷണത്തിലുള്ള കുട്ടികളുടെ 2ാം ഡോസ് വാക്സിനേഷൻ ഈ ആഴ്ച ആരംഭിക്കും. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി സിക്ക വൈറസ് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ഉച്ചക്കട കുളത്തൂർ സ്വദേശിനിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിൽ നടത്തിയ ടെസ്റ്റിലാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 38 പേർക്കാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പീഡന പരാതി ഒതുക്കി തീർക്കാൻ മന്ത്രി AK ശശീന്ദ്രൻ ശ്രമിച്ചതായി പരാതി. NCP സംസ്ഥാന നിർവാഹക സമിതി അംഗം G പത്മാകരനെതിരായ പരാതിയിലാണ് ഇടപെടൽ. പരാതി നല്ല നിലയിൽ തീർക്കണമെന്ന് മന്ത്രി പരാതിക്കാരിയുടെ പിതാവിനോട് ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം ഇന്ന് പുറത്തുവന്നു. പാർട്ടിയിൽ വിഷയമൊന്നുമില്ലല്ലോ സാറേ. ആയിക്കോട്ടെ, അത് നിങ്ങളൊന്ന് തീർക്കണം കേട്ടോ സാറേ. എന്റെ മകള് പിന്നെ ആ കേസാണ് തീർക്കണമെന്ന് സാറ് പറയുന്നത്. സാറ് ഈ കേസ് നല്ല നിലയിലെന്ന് പറയുമ്പോ അവര് BJP-ക്കാരാണ്. ഞാനത് എങ്ങനെ തീർക്കണമെന്നാണ് സാർ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു പ്രയാസമില്ലാത്ത വിധത്തിൽ അത് പരിഹരിക്കണം. സാറേ, ശശിയും പിന്നെ
പത്മാകരൻ എന്റെ മോളെ കൈക്ക് കയറി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസാണ് AK ശശീന്ദ്രൻ സാറ് പറയുന്നത് തീർക്കണമെന്ന്. അത് എങ്ങനെ തീർക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് പരിഹരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, അതൊരു വിവാദമായി തന്നെ മോശമല്ലേ. സാറ് പറഞ്ഞാൽ തീർക്കാം. അത് എങ്ങനെയെന്ന് സാറ് പറ. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞല്ലോ. ബാക്കി ഞാൻ പറയാം, ഫോണിലൂടെ വേണം പിന്നെ സംസാരിക്കാം. സമൂഹ മാധ്യമങ്ങളിലും അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്നും യുവതി ആരോപിക്കുന്നു. എന്നാൽ പാർട്ടി പ്രശ്നമാണെന്ന് കരുതിയാണ് ഇടപെട്ടതെന്ന് AK ശശീന്ദ്രൻ പ്രതികരിച്ചു. വിഷയം വേറെയാണെന്ന് അറിഞ്ഞതോടെ ഫോൺ വെച്ചു. പിന്നീട് വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കാര്യം അന്വേഷിക്കാനാണ് വിളിച്ചത്. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു പാർട്ടി പ്രശ്നമൊന്നുമില്ല സാറെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയത് പാർട്ടിയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അപ്പോൾ പാർട്ടിയിൽ പ്രശ്നമൊന്നുമില്ല സാർ, ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ നല്ല നിലയിൽ തീർക്കാൻ നോക്കും. അപ്പോൾ വിഷയം മനസ്സിലായപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഞാൻ ആ സംഭാഷണം വിട്ടല്ല. അതിനുശേഷം പിന്നെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കേസ് ഒതുക്കി തീർക്കാൻ മന്ത്രി പലതവണ ശ്രമം നടത്തിയതായി പരാതിക്കാരി പറയുന്നു. തന്റെ പിതാവിനെ ഒരു തവണ മാത്രമാണ് നേരിട്ട് വിളിച്ചതെന്നും പരാതിക്കാരി കൂട്ടിച്ചേർത്തു. NCP നേതാവിന്റെ ഉന്നത സ്വാധീനം ഭയന്ന് ആദ്യം പരാതി നൽകിയില്ലെന്ന് യുവതി 24-നോട് പ്രതികരിച്ചു. സ്റ്റേഷനിൽ പരാതി കൊടുത്ത് 30-ാം തീയതി സ്റ്റേഷനിൽ ഞങ്ങളെ വിളിപ്പിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മന്ത്രി വിളിക്കുന്നത്. മന്ത്രിയുടെ ഇടപെടൽ അതിന് മുമ്പ് അതിനുശേഷം ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലരെയും മന്ത്രി വിളിച്ചിട്ട് ഞങ്ങളെ വിളിച്ച് കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ വിളിക്കുന്നവരടുത്തെല്ലാം പപ്പ ഒറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ. കേസ് കൊടുത്തിട്ടുള്ളത് എൻ്റെ മോളാണ്, അവൾ BJP-കാരാണ് കേസ് കൊടുത്തു, അവരുമായിട്ട് ബന്ധപ്പെടുക, ഇനി ഞാൻ ഈ വിഷയത്തിൽ ഇടപെടും. അറ്റ്ലീസ്റ്റ് എന്നെ വിളിച്ച് കേസ് എന്താണെന്ന് പോലും പോലീസ് തിരക്കിയിട്ടില്ല. പരാതി മേടിച്ച് വെച്ചു. അതിനൊരു റെസിപ്റ്റ് കിട്ടിയതുപോലെ യാദൃച്ഛികമായിട്ടെന്ന് പറയാം. കാര്യം കുണ്ട്ര CIO SIO ഈ പരാതി കണ്ടിരുന്നു എങ്കിലും ഞങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടില്ലായിരുന്നു. ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ കുണ്ട്ര CIO SIO അവിടെ ഇല്ല. മന്ത്രിയും NCP നേതൃത്വവും പത്മാകരന് വേണ്ടി നിലകൊണ്ടെന്ന് പരാതിക്കാരിയുടെ പിതാവ് പ്രതികരിച്ചു. പത്മാകരന് വേണ്ടി മന്ത്രിയും സംസ്ഥാന പ്രസിഡന്റ് സഹിതമുള്ള നേതാക്കന്മാരും പത്മാകരന് വേണ്ടി നിന്നു. കാര്യം പത്മാകരൻ്റെ കാശും ആൾസ്വാധീനവും പാർട്ടിയെ നശിപ്പിക്കാൻ നോക്കിയതാണ് പത്മാകരൻ. ഒരു സമയത്ത് പാർട്ടിയെ നശിപ്പിക്കാൻ നോക്കി പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം പിന്നോട്ട് വലിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവനാണ്. എന്നിട്ട് ഈ മന്ത്രിയുടെ മാത്രം താല്പര്യത്തിലാണ് വീണ്ടും പത്മാകരൻ വന്നു കയറിയത്. പോലീസ് ഞങ്ങളെ കളിയാക്കുന്ന ഒരു രീതിയിലാണ് ഇതുവരെ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്ത് വരെ പോലീസ് അപ്പം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതിന് അത് നടപടിയെടുക്കേണ്ടോ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആണ് നടപടിയെടുക്കേണ്ടോ, അതവർ ചെയ്യട്ടെ. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി തന്നെ പീഡന കേസ് ഒതുക്കാൻ ഇടപെടുന്നതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ശശീന്ദ്രൻ നടത്തിയത്. ശശീന്ദ്രന് മന്ത്രിസഭയിൽ തുടരാൻ അധികാരമില്ലെന്നും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ലംഘനമാണ് AK ശശീന്ദ്രൻ നടത്തിയിരിക്കുന്നത്. പച്ചയായി പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, സത്യപ്രതിജ്ഞാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് AK ശശീന്ദ്രൻ നടത്തിയിരിക്കുന്നത്. സ്ത്രീ പീഡന പരാതിയിൽ മന്ത്രി AK ശശീന്ദ്രന്റെ ഇടപെടലിനെ കുറിച്ച് അറിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത കണ്ടതെന്നും കൂടുതൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും A വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളിൽ അങ്ങനെ ദൃശ്യമാധ്യമങ്ങളിൽ അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്നിട്ട് മന്ത്രി സംസാരിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയുന്നതായിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല എന്നാണ്. എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും. എനിക്ക് ഈ സംഭവത്തിൻ്റെ ഒരു പീഡന പരാതിയിൽ FIR ഇടാൻ വൈകിയതിൽ പോലീസിന് വീഴ്ചയെന്നായിരുന്നു തോമസ് K തോമസ് MLA പ്രതികരണം. അല്ല, അത് തെറ്റാ സമ്മതിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അന്വേഷിക്കട്ടെ. ഇതൊന്നും ശരിയാണെന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇതൊന്നും ശരിയാണെന്ന് ന്യായീകരിക്കുന്ന എൻ്റെ ജോലിയുമല്ല. ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്, വളരെ ക്ലിയറായിട്ടും. അന്വേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ വീഴ്ചയല്ലേ വരുന്നത്. അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കട്ടെ. ആരായാലും എന്നാ, ഞാനായാലും NCP പാർട്ടി ആയാലും അല്ലെന്നുണ്ടെങ്കിൽ പോലീസായാലും ഈ ഞാൻ പറഞ്ഞ ഇതേ ഉള്ളൂ. ഇതിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ അന്വേഷിക്കാതെ അങ്ങനെ നോക്കുന്നത്. അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചോട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ.
കൊല്ലം പീഡന പരാതിയിൽ 2 പേർക്കെതിരെ ഒടുവിൽ കുണ്ട്ര പോലീസ് കേസെടുത്തു. ജി പത്മാകരൻ, കുണ്ട്ര സ്വദേശി രാജീവ് എന്നിവർക്കെതിരെയാണ് പോലീസിന്റെ കേസ്. പത്മാകരനെതിരെ പീഡന ശ്രമത്തിനും രാജീവിനെതിരെ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനുമാണ് കേസെടുത്തത്. പീഡന പരാതിയിൽ കേസെടുക്കാൻ വൈകിയതിൽ DGP റിപ്പോർട്ട് തേടി. IG ഹർഷിത അട്ടല്ലൂരിയോടാണ് റിപ്പോർട്ട് തേടിയത്. കേസെടുക്കാൻ വൈകിയത് IG ഹർഷിത അട്ടല്ലൂരി അന്വേഷിക്കും. സ്ത്രീ പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ മന്ത്രി AK ശശീന്ദ്രൻ ഇടപെട്ടുവെന്ന ആരോപണം അന്വേഷിക്കാൻ NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജിനെ ചുമതലപ്പെടുത്തി എന്ന് നേതൃത്വം അറിയിച്ചു. മാത്യൂസ് ജോർജ് നാളെ കൊല്ലത്തെത്തി പരാതിക്കാരുമായി സംസാരിക്കും. നിയമ നടപടി തുടരട്ടെയെന്നും നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. AK ശശീന്ദ്രന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ട്. അതേസമയം AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ഫോൺ വിളി ആരോപണം ചർച്ച ചെയ്യാൻ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ നാളെ ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തും. മുട്ടിൽ മരം മുറിക്കലിൽ വിവരാവകാശ രേഖകൾ നൽകിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ വീണ്ടും നടപടി. OG ശാലിനിയെ റവന്യൂ വകുപ്പിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് മാറ്റി. സ്ഥലം മാറ്റം നിർബന്ധിത അവധിയിലിരിക്കെ. കർണാടകയിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഫോണുകളും പെഗസസ് ഉപയോഗിച്ച് ചോർത്തിയതായി വെളിപ്പെടുത്തൽ. കർണാടക മുൻ ഉപമുഖ്യമന്ത്രി G പരമേശ്വരൻ ഉൾപ്പെടെയുള്ള പേരുകളാണ് പട്ടികയിൽ ഉള്ളത്. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മഞ്ജുനാഥ് മുദ്ദേഗൌഡയുടെ ഫോൺ നമ്പറും ചോർത്തിയവയിൽ ഉൾപ്പെടുന്നു. ഡൽഹിയിലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന, നേപ്പാൾ തുടങ്ങി 1 ഡസനോളം രാജ്യങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇനിയും പുറത്തുവരാനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും അടുപ്പക്കാരുടെയും ഫോൺ നമ്പറുകളും ഫോർബിഡൻ സ്റ്റോറീസ് ലഭിച്ച ഡാറ്റയിൽ ഉൾപ്പെടുന്നു. സംഭവത്തിൽ JPC അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. അതേസമയം ഫോൺ ചോർത്തലിൽ പെഗസസിന് എതിരെ ഫ്രാൻസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. This is the complete undermining and destroying of the Indian Constitution and the rights of the Indian citizens. This is completely unacceptable. So CPIM demands this, and our MPs in the Parliament are raising this issue right now. The Pegasus spyware cannot be used according to the owners of that spyware without an agreement with a government of a country. That means clearly there has been an agreement with this government. ഫോൺ ചോർത്തൽ വിവാദത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. സഭ സമ്മേളിച്ചത് മുതൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സമരവുമായി ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുകയും ചെയ്തു. അണിനയത്തിൽ വഴങ്ങാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധം ഇരുസഭകളിലും 22 മുതൽ ഉയർത്താൻ BJP തീരുമാനിച്ചു. പാർലമെന്റിലെ BJP അംഗങ്ങളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഭരണ നേട്ടങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയ നോട്ടീസുകൾ നിരാകരിക്കപ്പെട്ടതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. നടപടികൾ അസാധ്യമായ സാഹചര്യത്തെ തുടർന്ന് ഇരുസഭകളും പിരിയുകയായിരുന്നു. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം സംയുക്തമായി നടത്താൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. വിശ്വാസയോഗ്യമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യകുമാരി മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് കൊച്ചി ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ. ലിംഗമാറ്റ ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിന്റെ മാനസിക വിഷമത്തിലായിരുന്നു അനന്യകുമാരി എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കി കൂടിയായിരുന്നു അനന്യകുമാരി. സഹകരണ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. 97ാം ഭരണഘടനാ ഭേദഗതിയിലെ പാർട്ട് 9B റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന വിധി. ഭേദഗതി വഴി കൊണ്ടുവന്ന വ്യവസ്ഥകൾ റദ്ദാക്കിയ ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച അപ്പീൽ തള്ളി. അന്തർസംസ്ഥാന സഹകരണ സൊസൈറ്റികളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സഹകരണ സൊസൈറ്റികളുടെയും കാര്യത്തിൽ മാത്രമേ കേന്ദ്രത്തിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവയെല്ലാം സംസ്ഥാന വിഷയമാണ്. സംസ്ഥാനത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന സഹകരണ സൊസൈറ്റികളുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ പ്രത്യേക സഹകരണ മന്ത്രാലയം രൂപീകരിച്ച സാഹചര്യത്തിൽ വിധി നിർണായകമാണ്. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിഷയത്തിൽ സഹകരണ രജിസ്ട്രാർ അടിയന്തര റിപ്പോർട്ട് തേടി. വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാറോടാണ് റിപ്പോർട്ട് തേടിയത്. അതേസമയം വായ്പാ തട്ടിപ്പിന് പുറമെ വ്യാപാര സ്ഥാപനങ്ങളിലും കുറിനടത്തിപ്പിലും കോടികളുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ക്രമക്കേട് നടന്നതിന്റെ രേഖകൾ 24 ലഭിച്ചു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ പ്രതി KA അനൂപിന് ശിക്ഷ വിധിച്ച് കൊച്ചി NIA കോടതി. 6 വർഷം കഠിന തടവും 1,60,000 രൂപ പിഴയുമാണ് എറണാകുളം NIA കോടതി വിധിച്ചത്. കേസിൽ 5ാം പ്രതിയാണ് അനൂപ്. 2005 സെപ്റ്റംബർ 9-നാണ് എറണാകുളത്ത് നിന്ന് സേലത്തേക്ക് പോയ തമിഴ്നാട് സർക്കാരിന്റെ ബസ് പ്രതികൾ തട്ടിയെടുത്ത് കളമശ്ശേരി HMT എസ്റ്റേറ്റിന് സമീപം ആളുകളെ ഇറക്കിയ ശേഷം അഗ്നിക്കിരയാക്കിയത്. സ്ഫോടന കേസിൽ കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന PDP നേതാവ് അബ്ദുൽ നാസർ മദനിയുടെ മോചനം ആവശ്യപ്പെട്ടാണ് പ്രതികൾ ബസ് കത്തിച്ചത്. പോലീസ് രജിസ്റ്റർ ചെയ്ത
ചെയ്ത കേസ് പിന്നീട് 2009 NIA-ക്ക് കൈമാറിയത്. തുടർന്ന് 2010 കുറ്റപത്രം നൽകിയത്. പന്തീരാങ്കാവ് UAPA കേസിൽ NIA അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. 4ാം പ്രതി വിജിത് വിജയനെതിരെയാണ് കുറ്റപത്രം നൽകിയത്. മാവോയിസ്റ്റ് സംഘടനയുടെ സജീവ അംഗമായിരുന്നു വിജിത്ത് എന്ന് കുറ്റപത്രത്തിൽ NIA വ്യക്തമാക്കുന്നു. മാവോയിസ്റ്റ് രേഖകൾ വിവർത്തനം ചെയ്യുന്നതിലും നിരോധിത സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും വിജിത്ത് പ്രധാന പങ്കുവഹിച്ചു. അലൻ ഷുഹൈബിനെ സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിക്കുകയും റിക്രൂട്ട് ചെയ്തുവെന്നും ഇയാളെന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്നു. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസും സംഘവും നടത്തിയ ബഹിരാകാശ യാത്ര വിജയകരം. യാത്ര പൂർത്തിയാക്കിയത് 10 മിനിറ്റ് 21 സെക്കൻഡിൽ. ജെഫ് ബെസോസിന്റെ യാത്ര സ്വന്തം കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് റോക്കറ്റിൽ. ബയോ വെപ്പൺ പരാമർശത്തിൽ ഐഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുമെന്ന് ലക്ഷദ്വീപ് പോലീസ്. ഐഷ സുൽത്താനയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഹൈക്കോടതിയിൽ ലക്ഷദ്വീപ് പോലീസ് സത്യവാങ്മൂലം നൽകി. ബയോ വെപ്പൺ പരാമർശം നടത്തിയ ചാനൽ ചർച്ചയ്ക്കിടെ ഐഷ സുൽത്താന മറ്റൊരാളുമായി ആശയവിനിമയം നടത്തിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. രാജ്യദ്രോഹ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഐഷ സുൽത്താന ചില വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഐഷ സുൽത്താനയുടെ ഈ നടപടി ദുരൂഹമെന്ന് ലക്ഷദ്വീപ് പോലീസ് ആരോപിക്കുന്നു. ഐഷ സുൽത്താനയുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറയുന്നു. അന്വേഷണ സംഘത്തിനെതിരെ ഐഷ സുൽത്താന മോശം പരാമർശം നടത്തുന്നുവെന്ന് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറിയിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കർഷകരുടെ പാർലമെന്റ് മാർച്ച് സമരവേദി ജന്തർ മന്ദിറിലേക്ക് മാറ്റി. സംയുക്ത കിസാൻ മോർച്ച യോഗത്തിലാണ് തീരുമാനം. ജന്തർ മന്ദിറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. പോലീസ് തടയുന്നതുവരെ മാർച്ചുമായി പോകുമെന്നും സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. മറ്റന്നാൾ മുതലാണ് കർഷകരുടെ പ്രതിഷേധം. അതേസമയം കർഷകർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷാ വലയത്തിലാണ്. പോലീസുകാരും അർദ്ധസൈനിക വിഭാഗവും അടക്കം 30,000-ഓളം പേരെയാണ് ഡൽഹിയുടെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്.